ഹായ്, മൈ പോസിറ്റീവ് വൈബ് എന്ന യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ ചാനൽ ആദ്യം കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വിഷയം പെറ്റൂണിയ ചെടികളിൽ എല്ലാ വെറൈറ്റികളിലും സീഡുകൾ ഉണ്ടാകുമോ എന്നതാണ്. പലരും എൻ്റെ അടുത്ത് ചോദിക്കാറുണ്ട്, പല വെറൈറ്റികളിലും സീഡുകൾ വരുന്നില്ല, അപ്പം അതിനൊക്കെ സീഡുകൾ എന്താണ് വരാത്തതെന്നൊക്കെ ഉള്ളത് എൻ്റെ അടുത്ത് ചോദിക്കാറുണ്ട്. അപ്പോൾ അതിനൊക്കെയുള്ള ഒരു ഉത്തരമായിട്ടാണ് ഇന്നത്തെ വീഡിയോ മുഴുവനായിട്ട് കാണുക. തുടർന്നും നമ്മുടെ ചാനൽ സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾക്ക് പെറ്റൂണിയെക്കുറിച്ചുള്ള എനിക്കറിയാവുന്ന അറിവുകളെല്ലാം ചാനലിലൂടെ ഷെയർ ചെയ്യുന്നതാണ്. അപ്പോൾ കൂടുതൽ നീട്ടിക്കൊണ്ട് പോകുന്നില്ല, നമുക്ക് കാര്യത്തിലേക്ക് കടക്കാം. അപ്പോൾ നമുക്ക് ഒരുപാട് വെറൈറ്റി പെറ്റൂണിയകൾ ഇപ്പോൾ നമുക്ക് അവൈലബിൾ ആണല്ലേ. നാടന്, ഹൈബ്രിഡ്, മിനിയേച്ചർ, ഇങ്ങനെയൊക്കെ ഉള്ള ഒരുപാട് വെറൈറ്റിയിൽ. അതുകൂടാതെ ഒരുപാട് വെറൈറ്റി ഉണ്ട്, എന്നാലും ഞാൻ കോമൺ ആയിട്ടുള്ള വെറൈറ്റികളുടെ പേരിപ്പോൾ പറഞ്ഞെന്ന് മാത്രം. അപ്പോൾ നമുക്ക് സാധാരണ എല്ലാവരും ചോദിക്കുന്നത് ഡബിൾ പെറ്റൽ പെറ്റൂണിയ സീഡുകൾ ഉണ്ടാകുമോ എന്നുള്ളത് പലർക്കും അറിയാത്തൊരു വിഷയമാണ്. നമ്മൾ ഉണ്ടാകില്ല എന്നായിരിക്കും നമ്മൾ മിക്കവരും തന്നെ പറയുന്നത്. അപ്പോൾ അവരുടെ മറ്റൊരു സംശയമാണ്, പിന്നെ എങ്ങനെയാണ് ഇതിന് വീണ്ടും ചെടികൾ ഉണ്ടാകുന്നത് എന്നുള്ളതാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഡബിൾ പെറ്റൽ പെറ്റൂണിയയിൽ സീഡുകൾ ഉണ്ടാവും, പക്ഷേ ആ ഒരു ചെടിയിലുണ്ടാവില്ല. അതിൻ്റെ പൂമ്പൊടികൾ നമ്മൾ സാധാരണ നോർമലായിട്ടുള്ള സിംഗിൾ പെറ്റൂണിയയിൽ വളരെ കെയറിങ് ആയിട്ട് അത് പോളിനേഷൻ, അതായത് ഹാൻഡ് പോളിനേഷൻ നടത്തിയാണ് വിത്തുകൾ ഉൽപ്പാദിപ്പിച്ചെടുക്കുന്നത്. പിന്നെ കൂടാതെ അറിയാമല്ലോ, അതിൻ്റെ തണ്ടുകൾ മുളപ്പിച്ചും നമുക്ക് അതിൻ്റെ പ്ലാന്റുകൾ വീണ്ടും ഉണ്ടാക്കാൻ സാധിക്കും. എന്നാലും വാണിജ്യാടിസ്ഥാനത്തിൽ കൂടുതലായിട്ട് അതിൻ്റെ പോളൻ ഗ്രെയിൻസ് ഉപയോഗിച്ചിട്ടാണ് സീഡുകൾ ഉൽപ്പാദിപ്പിച്ചെടുക്കുന്നത്. അത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നോർമലി നമുക്ക് ആദ്യ കാലങ്ങളിലൊക്കെ പെറ്റൂണിയ എന്ന് പറഞ്ഞ് നമുക്ക് കിട്ടാറുള്ള ആ പർപ്പിളും വൈറ്റും വയലറ്റും ഒക്കെ ഉണ്ടല്ലോ, അതിൽ പോളിനേഷൻ ചെയ്തില്ലെങ്കിൽ പോലും വിത്തുകൾ ഉണ്ടാകുന്ന ഇനങ്ങളാണത്. അപ്പം അത്തരത്തിലുള്ള പെറ്റൂണിയകളിൽ നമുക്ക് ബുദ്ധിമുട്ടുള്ള, അതായത് സീഡുകൾ വരാത്ത പെറ്റൂണിയയുടെ പോളൻ ഗ്രെയിൻസ് ഒക്കെ എടുത്ത് നമുക്ക് ആ ഒരു നോർമലി പെറ്റൂണിയയിൽ ഫിക്സ് ചെയ്യുവാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് പോളിനേഷനായി നമ്മൾ ഏതാണോ ഉദ്ദേശിക്കുന്ന ആ ഒരു തരത്തിലുള്ള പെറ്റൂണിയകളുടെ പല ഡിഫറെൻറ്റ് കളേഴ്സുകൾ നമുക്ക് അവൈലബിൾ ആക്കാൻ പറ്റും. പിന്നെ ഇതിനകത്ത് ഉള്ള കാരണം ഓപ്പൺ പോളിനേഷനാണ് പിന്നീട് നടക്കുന്നത്. ഓപ്പൺ പോളിനേഷൻ എന്താണെന്ന് അറിയാമല്ലോ. ചെടികളിൽ വന്നിരിക്കുന്ന ചെറിയ വണ്ടുകളും തേനീച്ചകളും അതുപോലെ ചിത്രശലഭങ്ങളിലൊക്കെ നമുക്ക് അവർ തന്നെ പല പൂക്കളിൽ പോയിരിക്കുകയും അതുമൂലം നമുക്ക് സീഡുകൾ ഒരുപാട് ഉണ്ടായി കിട്ടുകയും ചെയ്യുന്നു. അങ്ങനെ കിട്ടുമ്പോൾ ഉണ്ടാകുന്നത് പല പല വെറൈറ്റികളിലുള്ള പെറ്റൂണിയകളായിരിക്കും. അപ്പോൾ നമുക്കൊരു പെറ്റൂണിയ ഒരുപാട് ഇഷ്ടപ്പെട്ടു, അതിൻ്റെ പ്ലാന്റ് വീണ്ടും വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഉറപ്പായിട്ടും ഹാൻഡ് പോളിനേഷൻ തന്നെ ചെയ്യണം. ഹാൻഡ് പോളിനേഷൻ എന്നത് ഞാൻ വിശദമായിട്ടൊരു വീഡിയോയിൽ കാണിക്കുന്നതാണ്. ഇപ്പോൾ ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോകാം. ഹാൻഡ് പോളിനേഷൻ എന്ന് പറയുന്നത് നമ്മൾ സ്വയം ചെയ്യുന്നതിനെയാണ് ഹാൻഡ് പോളിനേഷൻ എന്ന് പറയുന്നത്. അത് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, ഫ്രഷായിട്ടുള്ള വിരിഞ്ഞ പൂക്കളിൽ ഉണ്ടാവുന്ന പൂമ്പൊടികളെയാണ് നമുക്ക് എടുത്ത് അങ്ങനെ പോളിനേഷൻ ചെയ്യാൻ സാധിക്കുന്നത്. ഇതിപ്പോൾ ഇന്ന് വിരിഞ്ഞൊരു പൂവാണ്. ഇതിനകത്ത് കുറച്ച് മഴത്തുള്ളികളൊക്കെ വീണിട്ടുണ്ട്, അപ്പോൾ ഇതിൻ്റെ പോളൻ ഗ്രെയിൻ തെറിച്ച് പോയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ ഉണ്ടാവരുത്. മഴത്തുള്ളികളൊന്നും അങ്ങനെയൊന്നും കാറ്റോ മഴത്തുള്ളികളോ ഒന്നും വീഴാത്തൊരു സ്ഥലത്തിരിക്കുന്ന പുതിയതായിട്ട് വിരിഞ്ഞ പൂക്കൾ, അതിൽ നിന്നും നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ നിന്നും പതുക്കെ പോളൻ ഗ്രെയിൻ എടുത്തിട്ട് ഇന്ന് തന്നെ വിരിഞ്ഞ ഒരു ഫ്രഷ് പൂവിലേക്ക് നമ്മളതിനെ കൊണ്ടുപോയി ഫിക്സ് ചെയ്യണം. കൂടാതെ ആ ഫ്ലവർ നമ്മൾ മറ്റുള്ള ജീവികളൊന്നും അതിനകത്ത് കയറാതെ, അതായത് തേനീച്ചയോ പൂമ്പാറ്റയോ ഒന്നും വന്ന് കയറാത്ത രീതിയിൽ അതിനെ ഒന്ന് കവർ ചെയ്ത് വെക്കുകയും വേണം. കവർ ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം, അതിനകത്ത് വായു കയറാതെ പൂക്കൾ അവിഞ്ഞു പോകുന്ന രീതിയിലുള്ള കവറിങ് നമ്മൾ ചെയ്ത് വെക്കരുത്. ജസ്റ്റ് കാറ്റൊക്കെ ഒന്ന് കയറിപ്പോയി നമ്മളുടെ ആവശ്യം അതിനകത്ത് ഓപ്പൺ ആയിട്ടുള്ള പോളിനേഷൻ നടക്കരുതെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ നിങ്ങൾ ചെയ്യുക. അതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ ആയിട്ട് ഞാൻ ചെയ്യാം.
അങ്ങനെ ചെയ്യുക. കൂടാതെ ഫ്ലവർ എപ്പോഴും ഫ്രഷ് ആയിട്ടുള്ള ഒരു ഫ്ലവർ ആകണമെന്നും നിർബന്ധമുണ്ട് അതിന്. അങ്ങനെയാണെങ്കിൽ മാത്രമേ 100% ഹാൻഡ് പോളിനേഷൻ വിജയിക്കുകയുള്ളൂ. ഇപ്പോൾ ഇതിനകത്ത് ഫ്രഷായിട്ട് വിരിഞ്ഞ പൂവാണെങ്കിൽ പോലും നമുക്ക് ചെയ്യാൻ സാധിക്കില്ല, കാരണം ഇതിനകത്ത് വെള്ളം വീണിട്ടുണ്ട്, കാറ്റ് വീശിയിട്ടുണ്ട്. അപ്പോൾ ഒക്കെ പോളൻ ഗ്രെയിൻ പറന്നു പോകാനും പിന്നെ ഈ വെള്ളത്തിലൂടെ ഒലിച്ചു പോകാനുള്ളൊക്കെ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് പോളിനേഷൻ എടുക്കുന്ന പൂക്കളും പിന്നെ നമ്മൾ ഏതിലാണോ ഫിക്സ് ചെയ്യുന്ന ആ പൂവ് പ്രത്യേകിച്ച് നമ്മളൊന്ന് പ്രൊട്ടക്റ്റ് ചെയ്ത് ഒരു 2-3 ദിവസം നമ്മൾ നിർത്തേണ്ടതാണ്. ഒരു 3-4 ദിവസം വിരിഞ്ഞ ഫ്ലവേഴ്സുകളിലൊന്നും നമ്മൾ ഇതുപോലെയുള്ള പോളിനേഷൻ ചെയ്യരുത്. കാരണം അതിൽ ഓൾറെഡി സീഡ് ഫോം ആയിട്ടുണ്ടാവാം, അല്ലെങ്കിൽ ഓപ്പൺ പോളിനേഷൻ നടന്ന ഫ്ലവർ ആവാം. അപ്പം അങ്ങനെയൊന്നും നിങ്ങൾ യാതൊരു കാരണവശാലും ചെയ്യരുത്. ചെയ്യുമ്പോൾ അതിൻ്റേതായ മെത്തേഡിൽ മാത്രം ചെയ്യുക. അത് ഞാൻ മറ്റൊരു വീഡിയോ ആക്കി നിങ്ങൾക്ക് കാണിച്ചു തരാം, അപ്പോൾ നിങ്ങൾക്ക് വ്യക്തമായിട്ട് മനസ്സിലാവും. അടുത്തൊരു ക്വസ്റ്റ്യനാണ് ടൈഡൽ വേവ് വെറൈറ്റിയിൽ സീഡുകൾ ഉണ്ടാവുമോ എന്നുള്ളത്. തീർച്ചയായിട്ടും ടൈഡൽ വേവ് വെറൈറ്റിയിൽ സീഡുകൾ ഉണ്ടാവും, പക്ഷേ ഞാൻ ഈ പറഞ്ഞ മെത്തേഡിൽ മാത്രമേ അതിനകത്ത് സീഡുകൾ ഉണ്ടാകത്തുള്ളൂ. ഓപ്പൺ പോളിനേഷൻ നടന്നോ ഹാൻഡ് പിക്കിംഗ് പോളിനേഷൻ നടന്നോ ഒക്കെയാണ് നമുക്ക് അതിനകത്ത് സീഡുകൾ ഉണ്ടാക്കാൻ സാധിക്കുകയുള്ളൂ. അല്ലാതെ അതിനകത്ത് സീഡുകൾ ഇതുവരെ വരുന്നത് ഞാൻ കണ്ടിട്ടില്ല. പക്ഷേ വരുന്ന സീഡുകളൊക്കെ ഡിഫറെൻ്റ് ആയിട്ടുള്ള കളേഴ്സുകൾ നമുക്ക് തരുന്ന ഇതായിരിക്കും. അത് ഞാൻ കാണിച്ചു തരാം. എൻ്റെ ഇതിൽ ഒരു സീഡ് ഫോം ആയിട്ടുണ്ട്, അത് ഞാൻ കാണിച്ചു തരാം. ഇത് ടൈഡൽ വേവിൻ്റെ ഒരു വെറൈറ്റിയാണ്. ഇതിനകത്ത് ചെറിയൊരു സീഡ് ഫോം ആയിട്ടുണ്ട്. ഇത് കണ്ടോ, നിങ്ങൾ കാണുന്നുണ്ടോ? ഇത് ചെറിയൊരു സീഡ് പോഡാണ്. അപ്പോൾ ഇതിനകത്ത് ഇനി വരുന്ന സീഡുകൾ ഈ കളർ തന്നെയാണോ എന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. ഉണ്ടാകുന്ന പ്ലാന്റുകൾക്ക് പല ഡിഫറെൻ്റ് ആയിട്ടുള്ള ഫ്ലവേഴ്സുകളായിരിക്കും നമുക്ക് വിരിഞ്ഞ് കിട്ടുന്നത് കേട്ടോ. അപ്പോൾ ഇത് ഓപ്പൺ പോളിനേഷൻ വഴി വന്നിട്ടുള്ളതാണ്. നമ്മൾ ഹാൻഡ് പോളിനേഷൻ ഒന്നും നടത്താതെ ഓപ്പൺ പോളിനേഷൻ വഴി വന്നിട്ടുള്ള വിത്തുകളാണ്. അപ്പോൾ ഇങ്ങനെയും പലർക്കും വിത്തുകൾ കിട്ടാറുണ്ട്. ഇന്ന് നമ്മൾ ഈ വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങൾ എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. എല്ലാവർക്കും കറക്റ്റായിട്ട് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പം ഇതിൽ നിന്നൊക്കെയുള്ള ചെറിയ ചെറിയ കണ്ടൻറ്റുകൾ ചെറിയ വീഡിയോ ആയിട്ട് ഇനിയും നമ്മുടെ ചാനലിലൂടെ അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ തീർച്ചയായിട്ടും അതൊക്കെ അറിയണം എന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും വീഡിയോ സപ്പോർട്ട് ചെയ്യുകയും ചെയ്യേണ്ട അത്യാവശ്യമാണ്. പുതിയ കൂട്ടുകാർ പ്രത്യേകിച്ചും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ പുതിയ നല്ല വീഡിയോയുമായിട്ട് അടുത്ത ദിവസം കാണുന്നത് വരെ ബായ്.